താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു ഹൃദ്രോഗങ്ങളുടെ ലക്ഷണങ്ങളെ കുറിച്ച്. അതേപോലെ ഈ ഹൃദ്രോഗം പാരമ്പര്യമായിട്ട് വരുന്ന ഒന്നാണെന്ന് പറയുന്നത് അത് ശരിയാണോ? പാരമ്പര്യത്തിന് വലിയൊരു അളവ് സഹായകരമാണ് ഹൃദ്രോഗത്തിന്. അതെങ്ങനെയാണ്? അത് ഇപ്പൊ ഞങ്ങളുടെ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്മ, ആ അമ്മയുടെ മകള് ആ വീട്ടിൽ നിന്ന് ആണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ആഹാര രീതികളും ജീവിച്ചു വരുന്ന ജീവിതശൈലിയും ഒന്നായിരിക്കും. അതുപോലെ തന്നെ ആ വീട്ടിലുള്ളവരുടെ എല്ലാം ശരീരഘടന ഇത് അടുത്ത തലമുറയിലേക്കും ഇത് തന്നെയാണല്ലോ പകർന്നു കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന കറി അതിന്റെ സ്വാദ് എങ്ങനെയാണ് നിങ്ങളുടെ മദർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്, അതുപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന്റെ ആ ക്വാണ്ടിറ്റിയും നെയ്യായാലും എണ്ണയായാലും ഒക്കെ ഉപയോഗിക്കുന്ന അതും ഒരു പരിധിവരെ അതും വരുന്നുണ്ട്. അല്ലാതെ നമ്മുടെ ഓരോരുടെയും ശരീര രീതിയുണ്ട്, ശരീരപ്രകൃതിയുണ്ട്. ഇതിനെല്ലാം അനുസരിച്ചുള്ള ഒരു താരതമ്യ സ്വഭാവം ഉണ്ടാവും. അതാണ് പാരമ്പര്യ ഘടകമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഹൃദ്രോഗത്തിന് ആഹാര രീതികളിൽ വളരെയധികം പ്രാധാന്യമുണ്ടല്ലേ ഡോക്ടർ? അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ സംബന്ധിച്ച് എന്താ പറയും, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഹൃദ്രോഗം കുറയ്ക്കാമെന്നാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? അതെ, നല്ല ഫുഡ്. അത് ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട്, നിത്യം ഹിതാഹാര വിഹാര സേവി. നിത്യവും നല്ല ആഹാരം, നല്ല വിഹാരം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ശീലങ്ങൾ, നല്ല ശീലങ്ങളും നല്ല ആഹാരവും ഒക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരത്തില്ല. അത് പരമാവധി കുറയ്ക്കാൻ സാധിക്കും.